ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. സത്യേട്ടൻ കാണാൻ പോവാണ്. സത്യേട്ടൻ സുഖമില്ലാതെ കിടപ്പിലാണ് അല്ലേ? എന്നിട്ട് എന്നെ അടിച്ചാൻ കേറി. സ്ട്രോക്ക് ഒക്കെ വന്ന ഒരു ഭാഗം കുഴഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പൊ സത്യത്തിനല്ല ഒരാളാണ്, അങ്ങനെ അവിടുന്ന് കമ്പനിയായ വ്യക്തിയാണ്. അപ്പൊ പെട്ടെന്ന് ഇതേമാതിരി സുപ്രഭാതത്തിൽ ആൾ സ്ട്രോക്ക് ആയി കുഴഞ്ഞ് ഇപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് കിടപ്പിലും കുറച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സത്യേട്ടനെ കാണാൻ പോവാണെന്ന് മോളെ. അപ്പൊ ഇനി സത്യേട്ടനൊക്കെ പോയി കണ്ട് സത്യേട്ടന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അല്ലെ? സത്യേട്ടനെ കാണാൻ പോണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സത്യേട്ടന് ഞങ്ങക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. പോരെ ഓക്കെ അല്ലേ? പാട്ട് പാടി കൊടുക്കുന്ന പാട് സൗദാ. ഇല്ല സൗദാ, ഇല്ല. നീ എങ്ങോട്ട് പോയിന്? നീ എങ്ങടാ പോണത്? ഞാൻ എങ്ങോട്ട് പോയിട്ടില്ല. അതല്ല, നീ സിനിമക്ക് പോയിട്ടില്ല. നീ എവിടെ പോയിക്കണ്? ആരോട് ചോദിച്ചിട്ട്? നീയാണോ സിനിമ കിട്ടത്? പാറ സൗദാ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടം പാലത്തിൽ നിന്ന് വലമ്പൂർ റോഡിന് കയറി എറാന്തോടാണ് സത്യേട്ടന്റെ വീട്. അങ്ങാടിപ്പുറം അല്ലാതെ എറാന്തോടാണ് അവർ വരിക. എറാന്തോടാണ്, കളിപ്പുറം അപ്പുറത്ത് കഴിയുക. നമ്മളാ കളിപ്പുറം എന്ന് പറയുന്നത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, മഴ ചാറുന്നുണ്ട്. പിന്നെ സത്യേട്ടനോട് പറഞ്ഞിട്ടൊന്നുമില്ല ചെല്ലണ വിവരം. സത്യേട്ടന് എന്തെങ്കിലും മേടിക്കണടി? സത്യേട്ടന് ചായക്കടി കഴിക്കാൻ പറ്റിയിരുന്ന കടിക്ക് സത്യേട്ടൻ എന്തെങ്കിലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കാണ്. ഓരോ വീട്ടിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വണ്ടി പോകില്ല. എന്നിട്ട് റോട്ടിക്ക് എടുത്ത് കൊണ്ടുവരണം. നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെയാണ് എന്നിട്ട് പോണ വഴിൻ്റെ പടം. വഴിയൊന്നും ശരിയാക്കിയിട്ടില്ല, അവിടെ ശരിയാക്കി എടുത്തിട്ട് വേണം. പിന്നെ ഇപ്പോൾ അവിടെ കുറച്ച് കോറി വേസ്റ്റൊക്കെ ഇട്ടിക്കണം. അതുകൊണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ ആകെ 2 അടി 3 അടി ഇതാണ് ഒരു വഴിൻ്റെ അവസ്ഥ. വീട്ടിലേക്ക് വഴിയൊന്നുമില്ല. പിന്നെ നടവഴി കൂടി വേണം സത്യേട്ടനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനും വരാനും പോകാനൊക്കെ ഇതായി വഴി. പിന്നെ ഇവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ വെള്ളം കമ്മിയാണ് ഇപ്പോൾ. മറ്റേത് മുകളിൽ വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ മഴ കുറച്ച് ദിവസമായിട്ട് കമ്മിയാവുകൊണ്ട് വെള്ളമൊക്കെ കമ്മിയാണ്. മോളേക്ക് ചാടിക്കോ, ചാടേ. റെഡി 1. അപ്പോൾ നമ്മള് സത്യേട്ടൻ്റെ വീട്ടിലേക്ക് എത്താറായി. നമ്മള് പ്രകൃതി രമണീയം, നല്ല വാഴത്തോട്ടം, കവുങ്ങുന്തോട്ടം, പാടാണ്. ആകെ പൊന്തിങ്ങാട് കിട്ടിയിരുന്നു. അപ്പൊ നമ്മള് സത്യേട്ടന്റെ വീട്ടിൽ. സത്യേട്ടാ എവിടെ? സത്യേട്ടൻ സത്യേട്ടാ എവിടെയാണ്? ഇത് മണിയേട്ടൻ, ഇത് നമ്മളെ മണിയേട്ടൻ. അതാണ് സത്യേട്ടൻ. സത്യേട്ടാ എന്താ വർത്താനം? എവിടെ? എന്താ പിന്നെ അവിടെ പോയില്ലേ? അപ്പൊ സത്യേട്ടനാണ് നമ്മളെ സത്യേട്ടൻ, സ്വന്തം സത്യേട്ടൻ. എന്തൊക്കെ സത്യേട്ടാ, സുഖമല്ലേ? എങ്ങനെയുണ്ട്? ഇത് ചൊറുക്ക് കുടിക്കണല്ലോ. എന്താ താടിന്ന് പഠിക്കാത്ത? നമ്മൾക്ക് നാണം വന്നു. എന്തൊക്കെ ചേട്ടാ? അതെ, വെള്ളം പിടിക്കാം കുടി കുടിച്ചോണ്ടേ. ഓട്ടുണ്ട്, ഓൾക്ക് മസിലുണ്ട്, ഓൾക്ക് ആടമ്പട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ സത്യേട്ടൻ എന്താ പറയാള്?
എന്ത് ചെയ്യണു? ദുആ ചെയ്യാം പ്രാർത്ഥിക്കാം. അല്ല മോളെ സത്യയുടെ വയറിലൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ വിടും. എവിടെ നമുക്ക് വയലൊക്കെ കിട്ടില്ല സത്യട്ടാ? പിന്നെ ഞങ്ങൾ അവിടെ എന്തേലും അവിടെ എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നോ? നല്ല തയ്പ്പായിരുന്നു അല്ലേ? ഡയറ്റ് ഉണ്ടായിരുന്നോ? എന്തൊരു ഭക്ഷണമൊക്കെ? ചോറ് പിന്നെ ഇറച്ചി. ഇറച്ചി ഉണ്ടല്ലോ. ഇറച്ചി ഉണ്ട്. എന്താ കോഴിയോ ആടോ പോത്തോ? ചീന മണിയേട്ടന്റെ കുറച്ച് ചീനാപ്പാറക്ക് കിട്ടിയിരിക്കണു. സത്യം എന്തൊക്കെ വിശേഷം? നമ്മളെ വിശേഷങ്ങളൊക്കെ പറയാം. ശരിയാവും. എത്രയില്ലേ നീച്ച നടക്കണില്ലേ? ഒക്കെ ശരിയാവും. നമുക്ക് വരാളെ നമുക്ക് തന്നെ വരും. ഒരു കാലിന് ബലം കൊടുത്തിട്ട് ഈ കാലം കൊണ്ട് നിന്നീനോ? കൊറേയൊക്കെ ശരിയായില്ലേ? ഈ കയ്യാണ് ഇപ്പൊ മെയിനായിട്ട് ശരിയാണ്ട്. നടക്കാൻ പോകുന്നാലൊരു ഭാഗത്ത് കൂടി ചെന്നിട്ടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വഴിന്റെ പ്രശ്നമാണ് അല്ലേ? വഴി നല്ലൊരു വഴിയില്ലല്ലോ. റോട്ടിൽ കൂടി ആണെങ്കിൽ നമുക്ക് നടക്കാം. 3 മാസം 2 ദിവസം ഫുൾ ഫിസിയോ. അതെടാ താടിക്കൊന്ന് പഠിക്കണം, ചൊറുക്ക് കൂട്ടണം കേട്ടോ. കറുപ്പിച്ചുമാണല്ലേ? സത്യേട്ടൻ നല്ല ചൊറുക്ക് കൂട്ടി അടക്കാണ് കറുപ്പിച്ചിട്ട്. തോനെ പ്രായം ആയിട്ടില്ല. 22 വയസ്സായിട്ടുള്ളൂ അല്ലേ? ചേച്ചി ചായ ചെന്നപ്പോ ഞങ്ങൾ ചേച്ചിനോട് ചായ വേണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അവിടുന്ന് ഈത്തപ്പഴം തന്നു. അപ്പൊ ഈത്തപ്പഴം തന്നുകൊണ്ടിരിക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ ആവും എത്തുമ്പോ. ഭയങ്കര പോവാണ്. ആ തേങ്ങ എടുക്കട്ടെ ചേട്ടാ. അപ്പൊ നീ തേങ്ങ എടുക്കാൻ പറയാം പോരെ? വേണ്ട ഇവിടെ വൗക്കി വെക്കണ്ട. ഇവിടെ വൗക്കും പുൽകൃഷിയാണ് ചെയ്യാം. തീറ്റപ്പില്ല് വാ വൈക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടിരിക്കണം. അവിടെ ഇപ്പൊ വൈക്കള കമ്മിയാണ്. ഈ കുളം എന്താ ആകെ അടി പിഴ കിടക്കാമല്ലോ. തേങ്ങ ചേച്ചൂടി. അങ്ങനെ ആശിക്ക് തേങ്ങ പെറുക്കിയാണ് ചാകിക്ക് ഇടുകയാണ്. അവിടെ ഒരു ഏട്ടുണ്ടായിരുന്നു കൊതുവിന്റെ കടിയും കൊണ്ടാണ്ടിരുന്നു. അയാളോട് വർത്താനം പറഞ്ഞാണ്ട് ആശിക്ക് അങ്ങനെ തേങ്ങ പെറുക്കി ചാക്കിക്കിടുന്നുണ്ട്. ഈ 2 ഫാമിലും നിറച്ച് പശുക്കൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല. തേങ്ങ എടുത്തങ്ങാണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്ന്. വെല്ലിമ്മ തേങ്ങ ഇട്ടപ്പോ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ അവിടെ വെച്ചിരുന്നതായിരുന്നു. സത്യേട്ടനോട് പോകാനും പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് പോന്നു. സത്യേട്ടൻ ഞങ്ങൾ പോരുന്ന നോക്കി നിൽക്കാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. ലൈക്കും കമന്റൊക്കെ ചെയ്യും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.